നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു 2 ആഴ്ചയായിട്ട് പനിയായതുകൊണ്ട് തന്നെ, പനി, ജലദോഷം, ചുമയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. കാരണം മുടിയെ ശ്രദ്ധിക്കാനേ പറ്റിയതില്ല, അതേപോലെ തന്നെ മുടി ചീവിയെടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലും ഉണ്ട്. മുടി മൊത്തത്തിൽ അങ്ങോട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കൂടുതൽ ദിവസം വൈകിക്കാതെ തന്നെ എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറണില്ല, മുടി വളരണില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറും, താരനും മാറും, ചൊറിച്ചിലും മാറും, മുടി നന്നായിട്ട് വളരും, മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മൊത്തത്തിൽ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ്. ഹെയർ പാക്ക് അല്ല, ഹെയർ കെയർ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. 100% അല്ല 200% എഫക്റ്റീവ് ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമ്മൾ നേരെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഒരു മീഡിയം ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഉലുവ, നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഉള്ളതാണല്ലേ ഉലുവ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഉലുവ 1.5 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പനിയായതുകൊണ്ടും ജലദോഷം ആയതുകൊണ്ടും കൂടുതൽ ഇനി എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കോൾഡ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് പനിക്കൂർക്കട ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. എനിക്ക് അസുഖം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം 4-5 ഇല ഞാൻ നല്ലപോലെ കഴുകി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കണം. നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കട ഇലയുടെ ഗുണങ്ങളും വെള്ളത്തിലോട്ട് ഇറങ്ങണം. എന്നാലാണ് എനിക്ക് വീണ്ടും കോൾഡ് കൂടാതിരിക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് എനിക്കുള്ള എണ്ണയാണ് കേട്ടോ, കാച്ചെണ്ണ എനിക്കുള്ള എണ്ണയാണ്. ഇത് കുട്ടനുള്ള എണ്ണയാണ് കേട്ടോ. ഇത് സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കൊപ്രയാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ, അതുതന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം തന്നെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള എണ്ണകളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. സാധാ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് മതി. പ്രായം ആവുന്നതല്ലേ ഉള്ളൂ, അവർക്ക് മുടി വളർന്നോളും, ടെൻഷൻ വേണ്ട. കുട്ടികൾക്ക് ഈ ഒരു വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാവേ. പറഞ്ഞു. അപ്പോൾ ഇന്ന് അമ്മയും കുഞ്ഞുമോനും കൂടിയിട്ടാണ് കേട്ടോ, നെയ്തുകുട്ടനും കൂടിയിട്ടാണ് കേട്ടോ എണ്ണ തയ്ക്കാൻ പോണേ അല്ലേ. അപ്പോൾ ഉണ്ണിക്ക് എത്ര വയസ്സായി? I am 4 years old. I am 4 years old. 4 അല്ല, 4.5 years old ആണ് കേട്ടോ. 4.5 വയസ്സായി കേട്ടോ നിനക്ക്. ഞാൻ ടീച്ചർ അല്ലേ. I am 4 years old എന്നാണ് പഠിപ്പിച്ചത്. I am 4 years old എന്നാണ് പഠിപ്പിച്ചത്. പക്ഷെ 4.5 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എണ്ണ തയ്ക്കാം. അപ്പൊ ഉണ്ണിയുടെ എണ്ണ ഇത് ഉണ്ണിക്കുള്ളതാ കേട്ടോ, ഇത് അമ്മയ്ക്കുള്ളതാ. ഉണ്ണിയുടെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ. ഉണ്ണിയുടെ വെളിച്ചെണ്ണ നമ്മുടെ കാച്ചെണ്ണ കേട്ടോ. നമുക്ക് തേക്കാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു. അമ്മ എടുക്കാം. റെഡി 3 2 1 ഗോ. ഓക്കെ തേച്ചോ. അപ്പോൾ ശബ്ദത്തിന് നല്ല മാറ്റമുണ്ട്, അറിയാലോ. പനി പിടിച്ചത് കാരണം തന്നെ 1 വീക്ക് കഴിഞ്ഞു കേട്ടോ. മുടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, മുടിയിൽ എണ്ണ വെച്ചിട്ടില്ല. അപ്പം നല്ല പോലെ തന്നെ ചെടകുണ്ട്, നല്ല മുടിയിൽ കെട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റാണ് കേട്ടോ. ആദ്യം തന്നെ സൂപ്പറാണോ, കുറച്ച് തേച്ചാൽ മതി കേട്ടോ. നീറ്റായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കാറ്റുകാലം ആയതുകൊണ്ട് തന്നെ ശരീരത്തും മുഖത്തും തലയിലൊക്കെ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. അപ്പൊ ഇവൻ തന്നെ തനിയെ തേച്ചോളൂ കേട്ടോ. എണ്ണ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തനിയെ തേച്ചോളും. അപ്പൊ ഉണ്ണി കാലിലും കയ്യിലും മുഖത്തും ഒക്കെ തേക്കണേ, വയറിലും ഒക്കെ തേച്ചോളൂ കേട്ടോ. മതി നാക്കിൽ തേക്കാൻ പാടും. കുറുമ്പനാണ് കേട്ടോ, കുറുമ്പന.
അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം കൈ കൊണ്ട് നമ്മൾ വേറെടുക്കുക, അല്ലെങ്കിൽ മുടി മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എണ്ണ തേക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കൂട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരുന്നേ, പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ കൈ കൊണ്ട് വേറെടുത്തതിന് ശേഷം ചീപ്പി യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചീപ്പി ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഇനി നേരിട്ട് എണ്ണ തേക്കാൻ വേണ്ടി പോവാണേ. താഴെ പോയി. ഉണ്ണി ശരീരത്തൊക്കെ തേച്ചോ? ഉണ്ണി മുടിയിൽ തേച്ചതല്ലേ? ഞാൻ ചെയ്യണ പോലെയൊക്കെ അവനും ചെയ്യും കേട്ടോ. അല്ലേ? മുഖത്തൊക്കെ തേച്ചോളൂ. മുഖത്ത് തലയിൽ തേച്ചോ? നെറുകത്തൊക്കെ എണ്ണ ഇട്ടോ? അവന് ഇത് കൂട്ടം ഫ്രീക്കനാണ് കേട്ടോ. എങ്ങനെ ഫ്രീക്കാക്കണത് എങ്ങനെയാ? മേലോട്ടോ? കുറച്ച് എണ്ണ ML എടുക്കാം. ഓ അടിപൊളി ഫ്രീക്കൻ. ഓ ഇപ്പൊ സൂപ്പർമാൻ ആയിട്ടുണ്ട് കേട്ടോ. എവിടേക്കാ? എങ്ങോട്ടാ? അപ്പൊ നല്ല രീതിക്ക് മുടിയിലും നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയുടെ തുമ്പത്തൊക്കെ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു മസാജും കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും എണ്ണ തേച്ച് കഴിഞ്ഞാൽ മസാജ് കൊടുക്കണം. എന്നാലാണ് ഈ എണ്ണ നമ്മുടെ തലയുടെ ഓട്ടിലൊക്കെ പിടിക്കുള്ളൂ. നമ്മൾ എണ്ണ തേച്ചതിന് ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വകച്ചലെടുത്ത് നമ്മുടെ മുടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയുടെ ഓട്ടിൽ മുടിയിൽ ഒക്കെ എണ്ണ ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻവേഷൻ മെത്തേഡിൽ കൂടെ ബാക്ക് സൈഡിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിലും കൂടെ എണ്ണ ആവാത്തടത്തും കൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ്. എത്തിയോ? നല്ലൊരു മസാജ് കൊടുക്കാം കേട്ടോ. നല്ലൊരു റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. മതി കുഞ്ഞ, ഇങ്ങോട്ട് വന്നേ. നിക്ക്, നീ നെയ്തു കഫം. തുപ്പിട്ട് വാ. പാട്ട് പാടി കൊടുത്തേ. ഞാനാണ്ട് മുത്തൂന്ന് എനിക്കെന്താക്കണ്ട് പെരിയിൽ കെട്ടിതാണ് നീര് കളിച്ച് ഊച്ചതല്ല. അപ്പൊ തന്നെ കൊണ്ടല്ല പുതിയ ഊച്ചത് അതിനെ പൊട്ടിച്ചിട്ടു പൊട്ടിച്ചതാണ്. അത് കുട്ടുമ്പോ അമ്മ മറ്റേ ഞാനാ മുത്തൂന്ന് ചക്കര ഇങ്ങനെ കുണ്ടപ്പം കേട്ടു. ഞാനെന്താ മുത്തൂന്ന് എനിക്കെന്താ കോക്കാണ് പെരിയിൽ കെട്ടില്ല നീര് കളിച്ച് പുതിയ. അപ്പൊ തന്നെ കുഞ്ഞു പുതിയ കളിച്ച് ഊച്ചതല്ല നായനെ പറ്റിച്ചാൽ എൻ്റെ കുട്ടിമൊത്തനാണ് മണ്ണാ കളിച്ച് നാട് താൻ പൊളിച്ചു കാൽ പൊളിച്ചു വന്ന കാണിച്ചാൽ അത്തമത്തെ നായ ഒഴിച്ച് പൂച്ച പന്നേരത്തെ കായ് ഞാൻ കൈ കിട്ട അതിലൊന്ന് മുത്തമൊത്ത് കടക്കത്തി വെച്ചപ്പോൾ കരുവിച്ചടത്ത് ഞാൻ മൂത്തമ്മ കഴിഞ്ഞോ? നോക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കുന്നില്ല. നമ്മുടെ മുടി കൊഴിയണതാ അത്. മുടി കൊയ്യും. എന്റെ മുടിയാണ് കൊയ്യ. എന്റെ മുടിയൊക്കെ സൂപ്പർമാനാണ്. നമ്മുടെ മുടിയൊക്കെ അവന്റെ മുടി സൂപ്പർമാനല്ല.
എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാലിലും കൂടെ തേക്ക്. കാലിലൊക്കെ തേക്കണം മോനെ. ഇനി കുളിക്കാം നമുക്ക്. നമ്മള് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാനോ? ആദ്യം ഉണ്ണി കുളിക്കാം, എന്നിട്ട് അമ്മ കുളിക്കാം. ഞങ്ങൾ രണ്ടുപേരുടെയും എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ജലദോഷത്തിന്റെ പ്രശ്നം ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഞാൻ 20 മിനിറ്റ് മാത്രമേ എണ്ണ വെക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. മുടി കൊഴിച്ചിൽ കൂടുതലുള്ളത് കൊണ്ടാണ്. നിക്കുമോനെ, ഞാനിപ്പോ ഈ ഒരു ഷാമ്പൂ ഉണ്ണിയും തേച്ചോളൂ. ഉണ്ണിക്ക് എണ്ണ തേച്ചിട്ട് നമ്മൾ എപ്പോഴും മുടിയിൽ തലയുടെ ഓട്ടിലൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ഇട്ട് കഴുകണം. അല്ലെങ്കിൽ ഈ കാറ്റൊക്കെ എന്താവും, കാറ്റത്ത് പൊടിയൊക്കെ ഈ എണ്ണയുടെ മുകളിൽ അങ്ങനെ പിടിച്ചു നിന്ന് ഈ തലയുടെ ഓട്ടിനകത്തൊക്കെ പൊടി കയറി എന്താവും, മൊട്ടത്തലേനാവും. അപ്പൊ നമ്മൾ എപ്പോഴും തലയുടെ ഓടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷാമ്പൂ ഇട്ടിട്ട് കുളിക്കാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി വർത്താനം ഇവൻ പറഞ്ഞോണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് കേട്ടോ. അപ്പൊ ബൈ. എനിക്ക് ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇത്രയും ദിവസം എത്ര വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഹെയർ കെയർ ചെയ്തു. പക്ഷെ നമ്മൾ 1 വീക്ക് നമ്മുടെ മുടിയെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്കും തന്നെ എനിക്ക് ഇത്രയും രീതിയിൽ കണ്ടോ, ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ട്. ചുരുട്ടി കാണിച്ചു തരാം കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറവാ. ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുരുട്ടി കാണിച്ചു തരാവേ. ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും നാൾ കൊണ്ട് ഹെയർ കെയർ ചെയ്യണു പക്ഷെ 1 വീക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഇത്രയും ഹെയർ ഫോൾ വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മൾ ഫുഡ് കഴിക്കണതാ അല്ലേ. നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നാൽ അതിൻ്റെ റിയാക്ഷൻ നമ്മുടെ ശരീരത്തും നമുക്ക് കാണാൻ കഴിയൂലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇന്ന് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുകയാണേ. അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഷാമ്പു ഉണ്ടല്ലോ, നിങ്ങൾ റെഗുലറായിട്ട് ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യണത് ആ ഒരു ഷാമ്പു ഇതിലോട്ട് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് നെയ്തുകുട്ടന് ഇട്ട് കൊടുത്ത ഷാമ്പു ആണ് കേട്ടോ. സെബാമൈഡിൻ്റെ ഷാമ്പു ആണ് ഇത് കുട്ടികൾക്കുള്ളത്. ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഷാമ്പു നമ്മൾ കുറച്ച് കയ്യിലെടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇത് കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ സെബാമൈഡ് നല്ല ഷാമ്പു ആണ്. കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രെതയുടെ ഷാമ്പു ആണ്. ഇത് കുറച്ച് നമ്മുടെ ആ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരല്പം മതി. നമുക്ക് അറിയാലോ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിയും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതും അറിയാലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നരച്ച് കൊണ്ടു കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മുടെ തലയുടെ ഓട്ടിൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് മുടി കഴുകി എടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലും നമുക്ക് തലയിൽ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വിച്ച് ഇട്ടതുപോലെ സ്റ്റോപ്പ് ആവും കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നരച്ച് പൊന്തുന്നുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. ആദ്യം പച്ചവെള്ളത്തിൽ വെറുതെ നമ്മുടെ മുടി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ഷാമ്പൂടെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു വെള്ളം ഒഴിച്ച് കഴുകരുത്. ആദ്യം പച്ചവെള്ളത്തിൽ മുടി ഒന്ന് നനച്ചെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുക കേട്ടോ. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഈ ഒരു വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കഴുകണേ. സാധാരണ എനിക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോഴൊന്നും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറേ ഇല്ല. പക്ഷെ പനി ആയതുകൊണ്ട് കണ്ടില്ലേ ഹെയർ കണ്ടോ ഊരി പോരുന്നത് കണ്ടതാ.
ദൈവമേ, ഇങ്ങനെയൊന്നും വരാറേ ഇല്ല എനിക്ക്. കണ്ടില്ലേ, ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോ. വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തപ്പോ. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് ഈ ഒരു ഹെയർ വാഷ് കൊണ്ട് തന്നെ ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ. എല്ലാം ഓക്കെ ആവും, ടെൻഷൻ വേണ്ട. മുടി കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മുടി കൊഴിഞ്ഞാലും അവിടെ പുതിയ മുടികൾ കിളിർത്ത് വളരും, ടെൻഷൻ അടിക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരയ്ക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ ജെന്റിലായിട്ടുള്ള രീതിയിൽ മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. തലയുടെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉരച്ച് കഴുകാം. പക്ഷേ താഴെയൊക്കെ നമ്മളിങ്ങനെ ഈ ഒരച്ച് കഴുകുമ്പോൾ അത് നമ്മുടെ മുടിക്ക് ഡാമേജ് സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഞാൻ തലയുടെ കൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്, കാരണം ഒരാഴ്ച കഴുകാത്തതല്ലേ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം കേട്ടോ. എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടീഷണർ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉരുവട വെള്ളം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു കണ്ടീഷണർ ആയിട്ടും ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കണ്ടീഷണർ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ വെറുതെ മുടി ഒന്ന് ഉണക്കിയെടുക്കാണ്. ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കാണൂ കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ കാണണേ, അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. മിക്ക ആൾക്കാർക്കും അറിയാം, എന്നിരുന്നാലും ഞാൻ കാണിക്കാം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളും പാടങ്ങളാണ് കേട്ടോ ബാക്കിൽ. ഇതിപ്പോൾ വെള്ളം വിടാൻ വേണ്ടിയിട്ട് ചാല് വെട്ടിയതാണ്. പക്ഷെ ഇതെന്താ ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് വഴുതനങ്ങ അതേപോലെ തന്നെ മുളകൊക്കെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു മഴ സമയത്ത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ടേ. അപ്പോൾ പലതരത്തിലുള്ള വഴുതനങ്ങയുണ്ട്. ഈ കളറിലുള്ളതുണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ കളറിലുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വഴുതനങ്ങ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി ഈസി പീസി സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ഇഡലിയുടെ ദോശയുടെ കൂടെയും അതേപോലെ തന്നെ ഫുഡിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കോംബോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രമാത്രം വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് കുക്കറിൽ പരിപ്പ് വേവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ പരിപ്പ് ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടാം കേട്ടോ. ഞാൻ ഒരു മീഡിയം അളവിലാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു കായത്തിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി എൻ്റെ അടുത്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് കായത്തിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് വറുവൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലോട്ട് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാത്തവർ എന്നെ പോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് വേവാൻ വേണ്ടി വെക്കാം.
വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ മൺപാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ മൺപാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ചൂടാവാൻ ഇത്തിരി താമസം പിടിക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചൂടായി വരുന്നുണ്ട്, ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ മൺചട്ടി ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ വെയിറ്റ് ചെയ്യണില്ല, ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. അതൊന്ന് ചൂടായി വരട്ടെ. വെള്ളം അതിലുള്ളത് കൊണ്ട് ഒരു പൊട്ടലുണ്ട് കേട്ടോ. വെള്ളം വറ്റാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഒരുപാട് എന്താ പറയുക ചൂടായി വരും. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഒഴിച്ചതാട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുമ്പോൾ ഈ പൊട്ടൽ നിന്നോളും. പൊട്ടൽ ഇത്തിരി നിന്നെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കടു പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിയാപ്പില, പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാട്ടോ. അപ്പോൾ അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പോച്ചലൊക്കെ നിന്നോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. കണ്ടില്ലേ, ഇപ്പോൾ ആ പോച്ചലൊക്കെ നിന്നില്ല. അത് ചട്ടി നല്ലപോലെ ചൂടാവണതും കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പുകയണതാണ് കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര കണ്ടില്ലേ. ഇനി തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ. നമ്മൾ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. പതിവ് പോലെ തന്നെ ഞാനൊരു കാര്യം മറന്നിട്ടുണ്ട്. നമ്മൾ കടുവും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് മറക്കരുത് കേട്ടോ. ഇതൊക്കെ ജീരകമൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഈ കറിക്ക് കേട്ടോ. ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ മൺപാത്രത്തിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആവും കേട്ടോ. നമ്മൾ സാധാരണ വേറെ പാത്രത്തിൽ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അടി പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ മൺപാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിരിക്കും. കുറച്ചായിട്ട് ഇപ്പോൾ എനിക്ക് മൺപാത്രത്തിനോട് കുറച്ച് കമ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കണ്ടില്ലേ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൂട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും കുറച്ച്, വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നേതൃക്കൂട്ടം കഴിക്കില്ല, അറിയാലോ, എരിവ് അവന് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഇതൊന്നൊക്കെ മാറ്റിയാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മുടെ എരിവിനനുസരിച്ചും ആ ടേസ്റ്റിനനുസരിച്ചും മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം, നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരയ്ക്കും നമ്മളിത് ചൂടാക്കി എടുക്കുക. ഒരു 3 മിനിറ്റ് അത്രയ്ക്ക് വേണ്ടുള്ളൂ. പൊടികൾക്ക് വലിയ കുത്തലൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളിത് ഉണക്കി പൊടിക്കണതാണല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ പുളിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പുളി ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളുകൾ കുറച്ചൊഴിച്ചാൽ മതി. നമുക്കറിയാലോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കണക്ക്. അപ്പം ഞാൻ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്, ഉപ്പിട്ടിട്ടില്ല കേട്ടോ.
അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. മുൻപ് നമ്മൾ നമ്മുടെ ഉള്ളി വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വഴറ്റാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പുളിവെള്ളം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കണ്ടോ, നല്ല കുഴഞ്ഞ ഗ്രേവി ആയി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പൊന്ന് വിസിലൊക്കെ പോയിട്ടുണ്ട്. പരിപ്പൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. പരിപ്പ് കുറച്ച് വിസിൽ കുറച്ച് വെള്ളം കുറഞ്ഞ് ഇല്ല, ഓക്കെ ആണ്. അപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പരിപ്പ് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പരിപ്പ് ഇതാ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കുറുകി നല്ല ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ സാമ്പാറാണല്ലോ, കണ്ടില്ലേ നല്ല ഗ്രേവിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച പല കളറിലുണ്ട് കേട്ടോ. അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്കിപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ നന്നായി അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആഹാ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഭയങ്കര ടേസ്റ്റിയുമാണ്. കണ്ടോ, അടിപൊളിയാണ്. നല്ല കുറുകിയതും അല്ല, നല്ല വെള്ളം മാതിരിയും അല്ലാത്ത ഒരു പരുവം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. മൺപാത്രം ആയതുകൊണ്ട് കുറച്ച് സമയം വീണ്ടും ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി പീസി സാമ്പാർ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടില്ലേ, തിളച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിക്ക് ഇഡലിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇഡലി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മാവ് തട്ടുകളിൽ ഒഴിച്ചിട്ട് ഞാൻ ഇഡലി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ പൂ പോലെയുള്ള ഇഡലിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ഇനി ഇത് നമുക്ക് നെയ്തുകൂട്ടിന് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ഞാനിത് ഹോട്ട് ബോക്സിൽ വെക്കാത്തത് എന്താണെന്നറിയാമോ? ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇഡലി കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഹോട്ട് ബോക്സിലാക്കി ആ പാത്രം കൂടെ വെറുതെ അഴുക്കാക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ അടുപ്പം എടുത്ത പാടെ അവന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റാണ്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല എന്താ പറയുക, നല്ല അടിപൊളി ഇഡലിയാണ് കേട്ടോ. കുഞ്ഞു ഇഡലിയാണ്. അതുകൊണ്ട് ഞാനൊരു 4 എണ്ണം നെയ്തുവിന് കൊടുക്കുന്നുണ്ട്. കുറച്ച് സാമ്പാറും ഒഴിച്ച് ഇഡലിയും വെച്ച് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ റിയാക്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. മുട്ടയോ? സാമ്പാറും ഇഡലിയും നല്ല ടേസ്റ്റാടാ. എന്താ, നാളെ അമ്മ മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. സാമ്പാർ നല്ല ടേസ്റ്റാണ് ഇത്.
ഇഡലിയുടെ കൂടെ കഴിക്കാൻ സാമ്പാറാടാ ടേസ്റ്റ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിട്ട്, അതായത് ഈ ഒരു ഹെയർ കെയർ ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള എൻ്റെ മുടി ഞാൻ കാണിച്ചു തന്നിരുന്നു. ഭയങ്കര റഫായിരുന്നു, അതേപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടായിരുന്നു, മുടി മൊത്തത്തിൽ അങ്ങോട്ട് ഡാമേജ്ഡ് ആയിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ ഹെയർ ഓയിൽ ഇട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച് മുടി കഴുകിയെടുത്തപ്പോൾ, ഉലുവയുടെ വെള്ളം ഉപയോഗിച്ച് ഷാമ്പു മിക്സ് ചെയ്ത് മുടി കഴുകിയെടുത്തപ്പോഴുള്ള റിസൾട്ട് നിങ്ങൾ നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആണ് കേട്ടോ. അത്രമാത്രം ചേഞ്ചസ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ തെളിവ് സഹിതമാണ് ഞാൻ കാണിച്ചു തരണത്. നല്ലപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 1 വീക്ക് വരെ ഞാൻ ഹെയർ കെയർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മുടിയെ ഞാൻ മാറ്റിയെടുത്തത് കണ്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയണത് പോലെ, ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഹെയർ കെയർ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ 200% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും ചെയ്തവർക്കൊക്കെ അതിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്ത് ട്രൈ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറണില്ല, മുടി വളരണില്ല, എങ്ങനെ ഹെയർ കെയർ ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുള്ളവർ ഈ ഒരു മെത്തേഡെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആഴ്ചയിൽ 3 വട്ടം നിങ്ങൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുക. ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതേ രീതിയിൽ ഷാമ്പൂ മിക്സ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് വരിക. പിന്നെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസവും അതേപോലെ തന്നെ നാളെയും നിങ്ങളുടെ മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യരുത്. 2 ഡേയ്സ് ഗ്യാപ്പ് അല്ലെങ്കിൽ 1 ഡേയ്സ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഞാൻ കാണിച്ചതുപോലെ വീണ്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു രീതിയിൽ മുടി കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും, സ്കാൽപ്പിൽ ചൊറിച്ചിൽ ഡാൻഡ്രഫൊക്കെ മാറി സ്കാൽപ്പ് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.